20 വയസ്സിൽ തന്നെ നാട്ടിൽ നിന്ന് മുരടിച്ച് പോകണ്ടല്ലോ എന്ന് കരുതി മാത്രം നാട് വിട്ട ആളാണ്. നമസ്കാരം. അവർ TV 24/7 ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വർഗീസ് ചേട്ടനോടൊപ്പമാണ്. പ്രവാസിയായിട്ട് ഒരുപാട് വർഷമായി. അപ്പം ചേട്ടാ, വളരെ സന്തോഷം ചേട്ടനെ കാണാനും കുറച്ചു നേരം ചേട്ടനുമായിട്ട് സമയം ചെലവഴിക്കാനും കിട്ടിയതിൽ. താങ്ക് യു, വെൽക്കം. ഓക്കെ, ചേട്ടന് ശരിക്കും UAE അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് വരുന്നത് ഏത് വർഷമാണ്? ഞാൻ 1970 ജാനുവരി ഓൺവേഡ്സ് ഇവിടെ എത്തി. ഗൾഫിലുണ്ട്. അന്ന് UAE ഫോം ചെയ്തിട്ടില്ല. ബ്രിട്ടീഷ് റൂളായിരുന്നു ഇവിടെ. ബ്രിട്ടീഷ് വിസയിലാണ് ഞാനിവിടെ വരുന്നത്. ആദ്യത്തെ വരവ്. അത് ചേട്ടൻ എങ്ങനെയായിരുന്നു? ഇപ്പോൾ പൊതുവേ പ്രവാസത്തിലെത്തുന്നവരെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള കഥകളെന്ന് പറഞ്ഞാൽ ലോഞ്ചിലെത്തി, ഇവിടെ വന്നിട്ട് ജോബ് ചെയ്തു, അങ്ങനെയുള്ള ഒരു സ്റ്റോറി. അങ്ങനെ അത് പ്രധാനമായിട്ടും മെയിൻ ആളുകളെല്ലാം ഇവിടെ പല ആളുകളും വന്നിരുന്നത് ഈ പറഞ്ഞ പോലെ ലോഞ്ചിലായിരുന്നു എന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ബോംബെയിൽ വന്നിട്ടോ അല്ലാതെ ചിലപ്പോൾ ചാവക്കാട് വന്നോ ലോഞ്ചിലാണ് ഇവിടെ കൂടുതൽ ആളുകൾ വന്നിരുന്നത്. പല ആളുകളും നമ്മളോട് ചോദിക്കുന്ന ആളുകളാണ്, വളരെ ലിമിറ്റഡ് നമ്പേഴ്സ്. നമ്മളെപ്പോലെ തന്നെ നമ്മളെക്കായും വലിയ നിലയിൽ ഇവിടെ എത്തിയിട്ടുള്ള ചില ആളുകൾ ലോഞ്ച് വന്നവർ ഇന്നും ദുബായിലുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നത് കാലത്തിൽ സംഗതി പറഞ്ഞ പോലെ എൻ്റെ സുഹൃത്ത് ഒരാൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്ര നേരത്തെ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് സംഗതി ഈ പറഞ്ഞ പോലെ തന്നെ 20 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നാട്ടിൽ ഫാർമസി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യത്തിന് ഉള്ള ബിസിനസ് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ജീവിച്ചു പോകാനുള്ള മാർഗ്ഗങ്ങളുണ്ടായിരുന്നു. ഈവൻ ദോ ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോൾ 20 വയസ്സിൽ തന്നെ നാട്ടിൽ നിന്ന് മുരടിച്ച് പോകണ്ടല്ലോ എന്ന് കരുതി മാത്രം നാട് വിട്ട ആളാണ്. പുറം നമ്മൾക്ക് കാണണം, ആകട്ടെ എക്സ്പീരിയൻസ് ആകട്ടെ എല്ലാം ഒന്നും കാണണം എന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു അന്ന്. അതിപ്പോൾ ഗ്രേസ് ഓഫ് ഗോഡ് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാനിവിടെ ഇപ്പോൾ ഏതാണ്ട് മോർ ദാൻ 106 കൺട്രീസ് വിസിറ്റ് ചെയ്തു. അതെ, അതായിരുന്നു ഞാൻ ഈ ആദ്യത്തെ ഒരു വരവ് തന്നെ നമ്മുടെ ആഗ്രഹത്തിൽ ഈ രാജ്യത്തേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവന്തോ സംഗതി ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ 1971 ഞാൻ ഇവിടെ എത്തിയെങ്കിലും എൻ്റെ ഫസ്റ്റ് സംഗതി ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ ടൂർ ഓൺ 1985 പോപ്പിനെ മീറ്റ് ചെയ്ത കഥ ഞാൻ പറഞ്ഞു. അപ്പോൾ 15 കൊല്ലം നമ്മൾ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്ത് ഇതിന് ശേഷമാണ് നമ്മളൊരു യാത്രക്ക് പുറപ്പെടുന്നത്. ഇവിടെ പ്രവാസിയായി 15 വർഷത്തെ നമ്മുടെ പ്രയത്നമാണ് പിന്നെ നമ്മുടെ ടേൺ മാറുന്നു. ഓക്കെ, ഈ 70 വന്നു. 70 വന്നത് ശരിക്കും നമ്മുടെ UAE ഏത് ഭാഗത്തായിരുന്നു? അന്നും ഭാഗം തിരിച്ചാകെ വരാനുള്ള മാർഗം ദുബായിലാണ്. ലീഗൽ ഇതിൽ വന്നിറങ്ങാൻ പറ്റിയ സ്ഥലം ദുബായ് പോർട്ടായിരുന്നു. ദുബായ് പോർട്ട് ഉണ്ടായിരുന്നില്ല, എയർപോർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും സംഗതി പറഞ്ഞ പോലെ തന്നെ ഞാൻ വന്നിറങ്ങിയത് ദുബായ് പോർട്ടിൻ്റെ അധീനതയിലുള്ള MS തുമറ ഷിപ്രാക്ക് ഒരു പോയിൻ്റ് ഉണ്ട്. ഇന്ന് നിങ്ങൾക്ക് കാണാം, അതിലെ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിലിരുന്ന് നോക്കിക്കഴിഞ്ഞാലും ആ റെഡ് ലൈറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഷിപ്രാക്ക് നടന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ അതിന് കൊണ്ടുവന്ന് നമ്മളെ ഇറക്കുന്നത്, അവിടെ വന്ന് മച്ചുവായ നമ്മളെ കൊണ്ടുവന്ന് കരയിലെത്തിക്കും. അപ്പോൾ ഒരു $5 അവർക്ക് കൊടുക്കണം. അത് ശരി, $5 അന്ന് കൊടുക്കണം മച്ചുവായിൽ ഇറങ്ങുന്നതിന്. അപ്പോൾ വിത്തൗട്ട് എനിത്തിങ് എംറ്റി, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റൊമക്ക് മാത്രമല്ല എംറ്റി പോക്കറ്റായിട്ടാണ് നമ്മൾ ഇവിടെ ഇറങ്ങുന്നത്, കരയിൽ ഇറങ്ങുന്നത്. അപ്പം ഈ നമ്മുടെ ഷിപ്പിൽ ആണ് വന്നത്. അപ്പോൾ ഈ ഷിപ്പിൽ എത്ര ദിവസം എടുത്തിരുന്നു? 7 ദിവസം എടുത്തു. 7 ദിവസം എടുത്തു ആദ്യത്തെ. പക്ഷേ ആ ഷിപ്പിന് കയറി അവിടെ നിന്ന് പോരാനായിട്ട് ഞാൻ 1 മാസത്തോളം ബോംബെയിൽ വന്ന് താമസിക്കേണ്ടി വന്നു. ആദ്യം ഒരു മധുര കമ്പനി എന്ന് പറയുന്ന കമ്പനിക്ക് ഏജൻസ് അവരുടെ ഇതിലാണ് ഞാൻ വന്നത്. ഈ വലിയ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. ആ ഷിപ്പിൽ ചാർജ് ആയി 410 ഇന്ത്യൻ റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സംഗതി ഈ പറഞ്ഞ പോലെ ബോംബെയിൽ വന്ന് ഇത് കാത്തു കിടന്ന് 1 മാസം. നമുക്കന്ന് ബോംബെയിലൊന്നും ആളുകളൊന്നും ഇല്ലല്ലോ. ഇവിടെ വന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സുഹൃത്ത് നമ്മുടെ നാട്ടുകാർ കണ്ടുപിടിച്ചു. സംഗതി പറഞ്ഞു തന്നെ അവരുടെ അടുത്ത് താമസിച്ചു. അങ്ങനെ ഒന്ന് പോരേണ്ട ഷിപ്പ് പറഞ്ഞു കഴിഞ്ഞ് 15 ദിവസം ഡിലേ ആയിരുന്നു ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു ഒരാഴ്ചയും കൂടി വൈകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ അത് ആ ഷിപ്പ് അവിടെ നിന്ന്
നമുക്ക് കിട്ടുന്നത്. കിട്ടുന്നത് അതും ഈ പറഞ്ഞ പോലെ തന്നെ 100 പാസഞ്ചേഴ്സ് വരേണ്ട ഷിപ്പിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ 1000+ പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. ഓ അത്രയും ക്രൗഡഡ് ആണ്. അത്രയും അത് മാത്രമല്ല, നമുക്ക് അന്ന് ഈ ഇതില്ലേ ചൗക്കാളം എന്ന് പറയല്ലോ, നിലത്തിങ്ങനെ വിരിച്ചിട്ട് നിൽക്കണം. അപ്പം അതും ട്രങ്ക് നമ്മൾ കൂടുതൽ യാത്രക്കൊക്കെ ഉപയോഗിച്ചു. അതൊക്കെ ഇത് ചെയ്ത് സംഗതി ഇതിൻ്റെ അകത്ത് കയറി. ഇതിൻ്റെ അകത്ത് അങ്ങനെ അലോട്ടഡ് സ്പേസ് ഒന്നും ഇല്ലല്ലോ, എവിടെയെങ്കിലും കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ സംഗതി പറഞ്ഞ പോലെ തന്നെ നമ്മൾ സംഗതി ഈ പറഞ്ഞ പോലെ തന്നെ അതിലൊരു ഈ സാധനം ഇരിക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചു, അവിടെ കൂടി. അതാണ് നമ്മുടെ സ്പേസ്. ഇവിടെ ഇറങ്ങി ശരിക്കും അന്ന് ദുബൈയിൽ ഇറങ്ങുന്നു. എന്നിട്ട് ഓൾറെഡി ചേട്ടൻ ജോബ് ഉള്ളതുകൊണ്ട് ആ ജോബിലേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നത്. എത്ര നാള് ചേട്ടൻ ആ ഫാർമസി ആയിരുന്നു അത് അല്ലേ? ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. അതിൽ എത്ര നാൾ ചേട്ടൻ കണ്ടിന്യൂ ചെയ്തു? ഞാനൊരു 3 കൊല്ലം. 3 കൊല്ലം നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു ചേട്ടൻ്റെ അടുത്ത സ്റ്റെപ്പ്? പിന്നീട് ഞാൻ റോയൽ ഫീൽഡിൽ പോയത്. അത് ഏതാണ്ട് സംഗതി പറഞ്ഞ പോലെ തന്നെ 3-4 മാസം ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കരയിൽ വന്ന് ഇവിടേക്ക് പോന്നു. അതിൽ 4-5 മാസം ജോലി ചെയ്തതിൽ പല കമ്പനികളും മാറി മാറി, അമേരിക്കൻ കമ്പനി, ഫ്രഞ്ച് കമ്പനി, ആസ് വെൽ ആസ് ഇറാനിയൻ കമ്പനി, ഇതിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ബാർജിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഓഫ് ഷോറിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഷോറിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ ശരിക്കും പറയാം നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ഫേമിൽ നിന്ന് ഈ ഓയിൽ ഫീൽഡിലേക്ക് വരാൻ ഞാൻ അവിടുത്തെ ഫസ്റ്റ് എയ്ഡർ ആയിട്ടാണ് പോയത്. അങ്ങനെ അതുകൊണ്ട് മാത്രമല്ല, ഫുഡ് ഇൻസ്പെക്ടർ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഈ ആ ബാർജിൽ ഈ പറഞ്ഞ 270 പേരുണ്ടായിരുന്നു ഞാനിതിൽ ജോലി ചെയ്ത ബാർജിൽ. ഒരു ഉദാഹരണം പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ആ പഴയ സംഗതി പറഞ്ഞ പോലെ തന്നെ ഇന്ത്യനായിട്ട് 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാൾ ഞാനാണ്. വേറൊരാളുണ്ടായിരുന്നു റേഡിയോ ഓപ്പറേറ്ററാണ്. അന്ന് ഈ പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെയുള്ളതല്ല, റേഡിയോ ടെലിഫോണാണല്ലോ കൂടുതൽ. ഇന്നത്തെ മൊബൈലൊന്നും വന്നിട്ടില്ല. അപ്പോൾ സംഗതി പറഞ്ഞ പോലെ തന്നെ അവിടെ അങ്ങനെ ഇത് ചെയ്ത്. അതേസമയത്ത് ഞങ്ങളുടെ കാറ്ററിങ്, പേഴ്ഷ്യൻ കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഇറാനിയൻ കമ്പനിയായിരുന്നു. അതിൻ്റെ അകത്ത് വെയിറ്ററായിട്ട് 4 പേര് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, മലയാളീസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ കൂടുതൽ ജോലിക്കാരും ഇറാനിയൻസായിരുന്നു. അപ്പോൾ അവരോട് സംസാരിക്കാനും അവർക്ക് വേണ്ട ഇത് ഫുഡ് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് അവർക്ക് കൊടുക്കുന്ന പ്രോപ്പറായിട്ടുള്ള 24 hours വർക്ക് ചെയ്യുന്ന ബാർജാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പൈപ്പ് ലൈൻ ഇടുന്ന കമ്പനിയായിരുന്നു അത്. അപ്പോൾ നമ്മൾ 3 months അല്ലെങ്കിൽ 6 months ആ കാലയളവിൽ അവിടെ തന്നെയാണ്, അവിടെ തന്നെ കടലിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ സംഗതി പറഞ്ഞാൽ അല്ലാണ്ട് എല്ലാ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 140 ദിവസം നമ്മളതിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 40 ദിവസം നമുക്ക് ലീവിന് പോരാ. 6 മാസം 140 + 40 days നമുക്ക് ലീവിന് പോകാം. അപ്പോൾ അങ്ങനെയുള്ള അതൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ A to Z ഫുഡ് വേണോ, ഡ്രിങ്ക് വേണോ, സിഗരറ്റ് എന്ത് വേണമെങ്കിലും ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് 100 രൂപയാണ് കിട്ടുന്നത്. 100 രൂപയും നമുക്ക് സംഗതി ഇത് ചെയ്യാം. അത് മാത്രമല്ല 12 മണിക്കൂർ ജോലിയാണ്. 8 hours അല്ല. ഇവിടെ 8 hours ആയി കഴിഞ്ഞാൽ ഇവിടെ ചില ആളുകളുണ്ട് നാട്ടിലൊക്കെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഹൊറിബിളാണ്. നാട്ടിലത്തെ ആളുകൾക്ക് ജോലി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ജോലിയൊക്കെ ഇവിടെ ചെയ്ത് കണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലെന്താ ആളുകളാണ്, എന്താ അഴിമതിയാണ് നാട്ടിൽ നടക്കുന്നത്. നമ്മുടെ ആളുകൾ മാൻ പവർ നഷ്ടപ്പെടുത്തുകയാണ്. അത് നമ്മൾ ലോകത്തിൽ വലിയ ആളുകളാണ്, മാൻ പവർ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മുടെ ആളുകൾ ലേസി പീപ്പിളാണ്. 8 hours എന്ന് പറയുന്നത് അവൻ സംഗതി മുറുക്കി തുപ്പിയൊക്കെ വരുമ്പോൾ നിങ്ങൾ നാട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കാം. നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്നതും അവിടെ ജോലി ചെയ്യുന്നതും തമ്മിലുള്ള മാറ്റം എന്താണെന്നുള്ള മനസ്സിലാക്കണം. അല്ല, ഇവിടെ കറക്റ്റ് ടൈം ഫ്രെയിം ആണല്ലോ. അത് കൃത്യമായി 12 മണിക്കൂർ ജോലി ചെയ്യണമല്ലോ. അത് ചെയ്താലേ ഇവിടെയും ഇത് ചെയ്തതുകൊണ്ട് ഇതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് ഓസ്ട്രേലിയയിലൊക്കെ ഇത് ചെയ്യുന്നത്. അവരായി 7 മണിക്കങ്ങ് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിക്ക് ഇറങ്ങുന്നവരും പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരാണ്. കാരണം അവരുടെ സിസ്റ്റത്തിൽ ഈവൻ നമ്മുടെ മൊബൈൽ പോലും അവിടെ പുറത്ത് വെച്ചിട്ട് വേണം അതിൻ്റെ അകത്ത് കയറണമെങ്കിൽ. അതെ, കാരണം അവൻ്റെ മാൻ പവർ അത്രയും സമയം അവർക്ക് വേണമെന്നാണ്. 30 minutes ലഞ്ച് ബ്രേക്ക് മാത്രമേ ഉള്ളൂ. ചേട്ടാ, ഇവിടെ ഇപ്പോൾ ചേട്ടൻ്റെ കൂടെ ചേച്ചിയുണ്ട് അല്ലേ? അതെ. ചേച്ചി ഒന്ന് വിളിക്കാമോ? ചേച്ചിനെ വിളിക്കാമല്ലോ. പ്ലീസ് കം. ചേച്ചി നമസ്കാരം. ചേച്ചി പ്രവാസ ജീവിതത്തിൽ ചേച്ചി ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ട്. യാത്രയെക്കുറിച്ച് ചേച്ചി 2 വാക്ക് പറയാമോ? എല്ലാവരും യാത്ര ചെയ്യണമെന്നാണ് പറയുന്നത്. പല അനുഭവങ്ങളും നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കും.
സൗകര്യപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചെറിയ ചെറിയ യാത്രകൾ ചെയ്യണം എന്നാ പറയും എൻ്റെ ഇത്. ഇപ്പോഴും എനിക്ക് ആഗ്രഹമാണ് ഇനി കാണാത്ത രാജ്യങ്ങളും കാണണം എന്നുള്ളത്. ഓക്കെ. ഈ ചേച്ചി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയപ്പോൾ അവിടെ ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചേച്ചി ഒന്ന് പറയാമോ? ആഫ്രിക്കൻ രാജ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറഞ്ഞാൽ മിഷൻ പ്രവർത്തനം ആവശ്യമുള്ള രാജ്യമാണ്. മനുഷ്യനും മൃഗം തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാത്ത ജീവിതമാണ് അവിടെയുള്ളത്. ഡെവലപ്മെൻറ്റ് വളരെ കുറവുള്ള രാജ്യമായിട്ടാണ് ഇപ്പോഴും തോന്നുന്നത്. ഇന്ത്യയൊന്നും അങ്ങനെയല്ല. ഇത് ഗ്രാമത്തിലൊക്കെ ശരിക്ക് ജീവിതം മനുഷ്യനും മൃഗവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, എല്ലാം ഒരുമിച്ചുള്ള ജീവിതമാണ്. അത് എന്ന് പറഞ്ഞാൽ ഒത്തിരി അവരെ മേലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അവരുടെ ഡെവലപ്മെൻറ്റ് വളരെ കുറവാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും പറ്റുന്ന ഒരു സൗകര്യമുള്ളവർ യാത്ര ചെയ്യുക. അത് വേറൊരു അനുഭവമാണ്. അത് അനുഭവിച്ചാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഓക്കെ. ചേച്ചി സഞ്ചരിച്ച രാജ്യങ്ങളിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മനസ്സിൽ പെട്ടെന്ന് തട്ടുന്ന, ഞാൻ ഈ സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടി, അങ്ങനെയുള്ള ഏതെങ്കിലും ഉണ്ട്. 85 ഞങ്ങൾ യാത്ര ചെയ്തപ്പം അന്ന് മനസ്സിൽ തോന്നി, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇനിയൊരു വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയ സ്ഥലമാണ് സ്വിറ്റ്സർലൻഡിൽ നിന്ന്. ഞങ്ങൾ 45 വർഷം കഴിഞ്ഞ് ഞങ്ങളിപ്പം കഴിഞ്ഞ 2 വർഷം മുന്നേ യാത്ര ചെയ്തു. അവിടെ ചെന്ന് സെയിം ഹോട്ടൽ സെയിം സ്ഥലത്ത് 3 ഡേയ്സ് ഞങ്ങൾ നിന്നു. ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല. ആ സമയത്ത് അവിടെ ഈ മറ്റേതായിരുന്നു. അപ്പം അവിടുത്തെ ക്ലൈമറ്റിൽ കോൾഡ് പിടിച്ചു. ശരിക്കകത്ത് 3 ദിവസം അവിടെ ആ റൂമിൽ തന്നെ ദൈവം അറിഞ്ഞു തന്ന പോലെ അവിടെ റെസ്റ്റ് എടുക്കേണ്ടി വന്നു. സെയിം ഹോട്ടലിൽ തന്നെ 40 വർഷം കഴിഞ്ഞ് പോയി. 40 വർഷത്തിന് ശേഷം സെയിം ഹോട്ടലിൽ പോയി. അതൊരു ഡ്രീമായിരുന്നു. ഞങ്ങൾ UK, സ്കോട്ട്ലൻഡ്, അയർലൻഡ് യാത്ര ചെയ്തപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ പോകണം എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് പോകുന്നതാണ്. ഓക്കെ. ഇനി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്ലേസ് ഏതാണ്? ഇനി യാത്ര ചെയ്യാൻ പോകാത്ത സ്ഥലങ്ങൾ ഇനിയുണ്ടല്ലോ. 106 ആയിട്ടുള്ളൂ. 106 രാജ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനിയും രണ്ട്. അപ്പം പറ്റുന്നിടത്തോളം ആരോഗ്യം തരുന്നിടത്തോളം പോകണം, കാണണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. പിന്നെ വയസ്സായി 2 മുട്ടും മാറ്റി വെച്ചതാണ്. അപ്പം എത്ര നാൾ നമ്മളിങ്ങനെ നടക്കും എന്നുള്ളത് അറിയത്തില്ല. പറ്റുന്ന യാത്ര ചെയ്യാന്നുള്ളത് ഓരോ ഡ്രീം പ്ലേസിലോട്ടാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഒരു സ്ഥലം കാണുമ്പോഴേക്കും നമുക്ക് അടുത്ത സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹം. ഈ വെറുതെ പോവുകയാണോ അതെ അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കുന്നുണ്ടോ? അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കാൻ, അവിടുത്തെ കൾച്ചറും അവിടുത്തെ ഫുഡും അവിടുത്തെ ലൈഫും നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഹോട്ടലിൽ ഞങ്ങൾ ജസ്റ്റ് കിടക്കാൻ വേണ്ടി മാത്രമേ പോകത്തുള്ളൂ. ബാക്കി 7 o'clock ഞങ്ങൾ ഔട്ട് സൈഡ് പോയി, പിന്നെ തിരിച്ച് 9 o'clock വരെ ട്രാവലിംഗ് ആയിരിക്കും. റെസ്റ്റ് എടുക്കുന്ന പ്രശ്നമില്ല, ഫുഡും പ്രശ്നമില്ല, കിട്ടുന്നത് കഴിക്കാൻ അങ്ങനെയുള്ളൂ. ശരി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ട്രഡീഷണലി എന്താണ് കിട്ടുന്നത് അത് കഴിക്കാം. അവിടുത്തെ ഫുഡ് യൂസ് ചെയ്യാം. ഓക്കെ. ചേച്ചി ഗൾഫിലേക്ക് വരുമ്പോൾ, ഫസ്റ്റ് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ഗൾഫിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഒരു മുറിയിൽ വേറൊരു ചാനലില്ല, പേപ്പറില്ല, ഒരു ലോകമായിട്ടുള്ള യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സ്ഥലത്ത് വന്ന് ജീവിച്ചു ഇങ്ങനെയൊക്കെ ആകുന്നു. ഒരിക്കലും അത് ദൈവത്തിൻ്റെ ഒരു ഇതാണ്, നന്ദിയാണ്. പിന്നെ നമ്മളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മളെ പറ്റുന്ന വിധത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലമായിരിക്കും ദൈവം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാനുള്ള അവസരം തരുന്നതെന്ന് ഞാൻ വിശ്വസിക്കും. ഏതായാലും ഒരുപാട് സന്തോഷം ചേച്ചി കുറച്ച് സമയം ഞങ്ങളോടൊപ്പം വന്ന് ജോയിൻ ചെയ്തതിൽ. താങ്ക് യു. Okay, thank you. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.